ഗോകുലം ഗ്രൂപ്പിനെതിരെ ഇന്നലെ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പൃഥ്വിരാജിനെതിരെ ആദായ നീതി വകുപ്പാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാർച്ച് 29-ന്, അതായത് എമ്പുരാൻ സിനിമ മാർച്ച് 27-നാണ് ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ മാർച്ച് 29-ന് തന്നെ ആദായ നികുതി വകുപ്പിൽ നിന്നും പൃഥ്വിരാജിന് ഒരു നോട്ടീസ് പോയിരുന്നു. വരുന്ന ഏപ്രിൽ 29-നകം അതിന് കൃത്യമായ വിശദീകരണം നൽകണം എന്നാണ് ഈ നോട്ടീസിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണോ ഈ രണ്ടും സംഭവിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണം അല്ലെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ഇ ഡി ഗോകുലം ഗ്രൂപ്പിൽ നടത്തിയിരിക്കുന്ന റെയ്ഡ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടല്ല. ഇതിന് മുന്നേ കൊടുത്ത ഒരു കേസിന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലെ സംശയമാണ് ഗോകുലം ഗ്രൂപ്പിലേക്ക് ചെന്ന റെയ്ഡ്. മാത്രമല്ല വിദേശ പണങ്ങൾ, ചിട്ടി ഫണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലും പലരും വിദേശ ഫണ്ടുകൾ അയക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് ഗോകുലത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള സംശയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിനിമയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന 50 കോടി ക്ലബിൽ കയറി എന്നുള്ളത് രീതിയിൽ വന്നപ്പോൾ അതിലുള്ള അണിയറ പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്തർക്കങ്ങളും കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു റെയ്ഡ് ഇന്നലെ ഇ ഡി നടത്തിയിരുന്നത്. എന്നാൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടല്ല. എന്നാൽ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇതിലേക്ക് വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇ ഡി അല്ല ഇപ്പോൾ പൃഥ്വിരാജിനെ പിടികൂടിയിരിക്കുന്നത്, ആദായ നികുതി വകുപ്പാണ്. നേരത്തെയും പൃഥ്വിരാജിനെതിരെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ വന്നിരുന്നു. അന്ന് ക്ലിയർ ചെയ്തു എന്നുള്ളത് വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹം തന്നെ കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പൊ വീണ്ടും മാർച്ച് 29-ന്, അതായത് എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം മാർച്ച് 29-ന് ആദായ നികുതി വകുപ്പ് ഈ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് ഗോൾഡ്, ജനഗണമന, കടുവ എന്നീ സിനിമകളിലെ അഭിനേതാവാണ് പൃഥ്വിരാജ്. പക്ഷേ അദ്ദേഹം അന്ന് അഭിനേതാവിനുള്ള ആ തുകയല്ല സ്വീകരിച്ചത്, സഹനിർമ്മാതാവ് എന്നുള്ള പേരിലാണ് ഈ തുകകൾ കൈപ്പറ്റിയിരിക്കുന്നത്. ഏകദേശം 40 കോടി രൂപയുടെ ഒരു തർക്കവുമായി അല്ലെ 40 കോടി രൂപയുടെ ഒരു വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിനെ പിടികൂടിയിരിക്കുന്നത്. കാരണം സഹനിർമ്മാതാവ് എന്നുള്ള ലേബലിലേക്ക് വരുമ്പോൾ ഒരു അഭിനേതാവിന് വാങ്ങിക്കുന്ന പൈസയുടെ ടാക്സിനേക്കാളും ആ ഒരു പണത്തിന്റെ ടാക്സിനേക്കാളും കുറവാണ് സഹനിർമ്മാതാവിന് കൊടുക്കുന്ന ടാക്സ്. അപ്പൊ അത്തരത്തിലും ചിലപ്പോൾ പൃഥ്വിരാജ് സഹനിർമ്മാതാവായി ഈ 3 സിനിമകളിലെ ആൾക്കാരിൽ നിന്നും തുക കൈപ്പറ്റിയിരിക്കാം. ഈ ടാക്സ് വെട്ടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് ചുരുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം താൻ സഹനിർമ്മാതാവാണ് എന്നുള്ള ലേബലിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ താൻ അഭിനയിച്ച സിനിമ അല്ലെങ്കിൽ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല ഈ തുകകൾ കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു വിശദീകരണമാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളതിന് അല്ല, തികച്ചും അതല്ല, സ്വാഭാവികമായ ഒരു നടപടിയാണ് ഇതെന്നുള്ളത് അപ്പോഴും അവിടെ ഒരു സംശയത്തിന് ഉടലെടുക്കുന്നുണ്ട്. ഈ ജനഗണമനയും ഈ ഗോൾഡും കടുവയൊക്കെ 2024-25 സാമ്പത്തിക വർഷത്തിലുള്ളതല്ല. സാധാരണ ആദായ നികുതി വകുപ്പ് നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മാസത്തില് കഴിഞ്ഞ വർഷത്തെ ഒരു വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള വിശദീകരണം തേടുന്നത്. എന്നാൽ ഈ ഒരു സിനിമ ഇതിന് മുന്നേ ഉള്ളതാണ്. അതിലെന്തിനാണ് ഇപ്പോൾ ഒരു വിശദീകരണം തേടുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അതിനുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമോ നമുക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ പൃഥ്വിരാജിനെ ആദായ നികുതി വകുപ്പ് ഇപ്പൊ പിടികൂടിയിരിക്കുകയാണ്. എന്ത് തന്നെയാലും ഇപ്പോൾ സന്ദീപ് വാര്യർ അതിന് തൊട്ടു പിന്നാലെ കുറച്ച് വിശദീകരണവുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സിനിമ എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം സംഘപരിവാർ അനുകൂലികൾ ചെയ്ത പണികളായിരിക്കാം ഇത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ അടിച്ചമർത്താൻ ഈ പറഞ്ഞതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ഇവർ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ഇതിനെതിരെയുള്ള നീക്കുപോക്കാണ് ഇ ഡിയും ആദായ നികുതി വകുപ്പും ഒക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. തികച്ചും അത് എന്തുമാത്രം നിജസ്ഥിതി ഉണ്ടെന്ന് സന്ദീപ് വാര്യർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആദായ നികുതി വകുപ്പും ഇ ഡിയൊക്കെ ആ സംഘപരിവാറിന്റെ അജണ്ടയിലോ അല്ലെങ്കിൽ സംഘപരിവാറിന് കൂട്ടു നിൽക്കുന്നവരോ ഒന്നും അല്ല. അതൊരു പൊതു കാര്യമാണ്. ഇ ഡി എന്ന് പറയുന്നതും ഈ ആദായ നികുതി വകുപ്പ് എന്ന് പറയുന്നതും നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പൊതു കാര്യങ്ങളാണ്. ഇത്തരത്തിൽ എമ്പുരാനിലേക്കോ അല്ലെങ്കിൽ ഇതിലേക്കോ തിരിഞ്ഞതല്ല. കൃത്യമായ വിവരങ്ങളൊക്കെ ഇ ഡിയും ആദായ നികുതി വകുപ്പും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനു മുമ്പേയും ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ പൃഥ്വിരാജിന് എന്റെ അടുത്ത് വിശദീകരണങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. പലവിധ സ്രോതസ്സുകൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. എമ്പുരാൻ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ചിത്രീകരണം
നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളതൊക്കെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പൃഥ്വിരാജ് 30 കോടിയുടെ ഒരു ബിൽഡിങ് മുംബൈയിൽ, അതായത് ഹോളിവുഡ് നടന്മാർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിൽ വാങ്ങിയിരുന്നത്. അപ്പോൾ എല്ലാവരും അതില് വിമർശനങ്ങളും അതേപോലെ തന്നെ വിശദീകരണം ഒക്കെ തേടിയിരുന്നു ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും. കാരണം പൃഥ്വിരാജിന്റെ ഒരു ഗ്രാഫ് എടുത്താൽ തന്നെ നമുക്കറിയാം, അധികം വലിയ വലിയ ഒരുപാട് ചിത്രങ്ങളിലൊക്കെ നിരവധി, അതായത് ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ചതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പെട്ടെന്ന് ഒരു പണസ്രോതസ് വർദ്ധിപ്പിക്കുകയോ ചെയ്യാനുള്ള ഇത് ആയിട്ടില്ല. കാരണം പൃഥ്വിരാജ് ഏറെക്കുറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കിയാൽ അറിയാം. പക്ഷെ പൃഥ്വിരാജിന്റെ ഒരു നിർമ്മാണ കമ്പനിയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആസ്തി വകകളും ഒക്കെ ഒരു സംശയത്തിന് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ആദായ നികുതി വകുപ്പ് ഇതിന്റെ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു വിശദീകരണം പൃഥ്വിരാജ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആദായ നികുതി വകുപ്പ് ഒരു പെനാൽറ്റി എന്നുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെ തുടർന്ന് പിടിച്ച് ഇനി വീണ്ടും ED ഒരു അന്വേഷണം നടത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടില് ഒക്കെ ഇനി മറ്റൊരു തരത്തിലുള്ള റെയ്ഡ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം നടന്നതിന് പിന്നാലെ ഇനിയിപ്പോ ഗോകുലത്തിൽ നിന്ന് ED പൃഥ്വിരാജിലേക്ക് തിരിയുമോ എന്നുള്ളതും അറിയില്ല. കാരണം ഗോകുലം ഗ്രൂപ്പിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് ED അവിടുത്തെ റെയ്ഡും കാര്യങ്ങളും പരിശോധനയൊക്കെ നടത്തി അവസാനിച്ചത്. അതിൽ നിന്ന് ഏകദേശം 1.5 കോടി രൂപയും ചില രേഖകളും അവർ കണ്ടെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഗോകുലം ചിട്ടി ഫണ്ട് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ചിട്ടി ഫണ്ട് ഉണ്ട്. അവിടെ കുറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ കർഷകരാണ് ഗോകുലം ചിട്ടി ഫണ്ടിനെതിരെ പ്രതിഷേധങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഗോകുലത്തിന്റെ ചിട്ടി ഫണ്ട് ഈ സ്ഥാപനങ്ങൾ പൂട്ടണമെന്നും എമ്പുരാൻ സിനിമ നിർത്തലാക്കണമെന്നുമുള്ള വൻ പ്രതിഷേധങ്ങൾ അത് കർഷകർ ഏറ്റെടുക്കുകയും പിന്നീട് അത് രാഷ്ട്രീയ തലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അത് തിരിയുകയും ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും അവിടെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. രാജ്യസഭയിലെ എമ്പുരാൻ സിനിമയെ പറ്റി ചില കാര്യങ്ങൾ ബോധിപ്പിക്കും, അവിടെയും വാക്കുപോരുകളും വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ രണ്ട് പ്രമുഖ, അതായത് ഈ എമ്പുരാനിലെ സഹനിർമ്മാതാവിനും അതിന്റെ സംവിധായകനും അഭിനേതാവും കൂടിയായ പൃഥ്വിരാജിനുമെതിരെ EDയും ആദായ നികുതിയും പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ ചെന്നൈയിലെ കോടമ്പാക്കത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് രാവിലെയാണ് പരിശോധന തീർന്നത് എങ്കിലും കുറച്ച് രേഖകൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഗോകുലം ചിട്ടി ഫണ്ട് നമുക്ക് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് അത്തരത്തിലുള്ള അദ്ദേഹത്തിന് നിരവധി സിനിമകളുണ്ട്. ഇപ്പൊ ഒരു സിനിമയല്ല, മലയാളത്തിൽ ഹിറ്റ് നേടിയ നിരവധി സിനിമകൾ ഗോകുലം നിർമ്മിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഇത് മാത്രമല്ല, ഹോട്ടലുകൾ, ബിസിനസ്സുകൾ, മാളുകൾ, നിരവധി സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്കൂളുകൾ, ഹോസ്പിറ്റൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ഫിനാൻഷ്യൽ സ്രോതസ്സുകൾ പല രീതിയിൽ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള റെയ്ഡ് വരുമ്പോൾ വിദേശങ്ങളിൽ നിന്നുള്ള പണമിടപാടുകൾ അതിനെ ആസ്പദമാക്കി അതിനെ ചൂണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ ED റെയ്ഡ് നടന്നത്. അപ്പൊ വിദേശങ്ങളിൽ നിന്നുള്ള പണമിടപാടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ED കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ED മുഖ്യമായിട്ട് കാണുന്നത്. അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ എമ്പുരാൻ സിനിമ ഇന്നലെ മെനങ്ങാന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരുന്നു 200 കോടി ക്ലബിൽ കയറി. അപ്പൊ നേരെ ഇനി ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി അടുത്ത ഒരു വിശദീകരണം തേടി പോകുന്നത്. കാരണം എമ്പുരാൻ സിനിമ 200 കോടി ക്ലബിൽ കയറുമ്പോഴും ഇപ്പൊ 2 ആഴ്ചയായതേ ഉള്ളൂ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തിട്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ 750 തിയേറ്ററിൽ ഫുൾ റിലീസ് ചെയ്ത് ഫുൾ ഷോ കാണിച്ചാൽ പോലും 25 ദിവസമെങ്കിലും എടുക്കണം 100 കോടി ബഡ്ജറ്റിൽ ചേരാൻ. ആ ഒരു സാഹചര്യത്തിലാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ഇതിന്റെ പ്രധാനികൾ 200 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നത്. അവിടെ ഒരു സംശയത്തിന് വഴിതെളിയും. അപ്പൊ ED നേരെ ഇത്തരത്തിൽ ഈ ഒരു എമ്പുരാൻ സിനിമയിലേക്കും വഴിതിരിച്ച് വിടാൻ സാധ്യതയുണ്ട്. ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലുള്ള വിശദീകരണം തേടിയത് കൊണ്ട് തന്നെ ഇനി EDയിലേക്ക് തിരിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഏതായാലും എമ്പുരാൻ സിനിമ മൂലം ആണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. തികച്ചും ഈ രണ്ട് വിഭാഗവും ED ആയാലും ആദായ നികുതി വകുപ്പായാലും ഇതുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളത് ഇപ്പൊ പുറമേ പറയുന്നുണ്ടെങ്കിലും പക്ഷെ എമ്പുരാന്റെ റിലീസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇനി എന്തിലേക്ക് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് പലരും, പല സംശയങ്ങളുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.